അവകാശവാദവുമായി എത്തിയവരുടെ ഭീഷണി നിമിത്തമാണ് തകർക്കപ്പെട്ടത്. പുരാതന ചരിത്രത്തിലേക്ക് ഈ കുളവും കൽപ്പടവുകളും മാത്രമാണ് ഇപ്പോൾ ശേഷിക്കുന്നത്. ഉച്ചിലങ്കോട് മസ്ജിദിന്റെ ചരിത്രവും മക്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവരുടെ ജീവിതവും കേൾക്കുക. റാഫി ബിൻ ഹബീബ് മാലിക് ദീനാർ ഇവിടെ വന്നത് 37 വന്നത്. വഫാത്ത് 73 ഹിജറ 73. സഹാബത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റാഫി ബിൻ ഹബീബ് മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു ഒരേ സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ ഹളറത്തിൽ നിന്ന് എണീച്ച് വന്ന ദീനുൽ ഇസ്ലാമിനെ വിളിക്കാൻ വേണ്ടി ദഅവത്തുൽ ഇസ്ലാമായിട്ട് വന്ന സഹാബിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവർ ആദ്യമായി കൊടുങ്ങല്ലൂർ വന്നിറങ്ങിയവരാണ്. കൊടുങ്ങല്ലൂരിൽ നിന്ന് അവരെ മുഷാവറ യോഗത്തിൽ പായ്ക്കപ്പൽ ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ വടക്കൻ പ്രദേശങ്ങളിലേക്ക് കുറച്ചാൾ വന്നു. അങ്ങനെ അവർ വന്ന് തളങ്കരിയിൽ വന്ന് താമസിച്ചു. തളങ്കരിയിൽ ഇറങ്ങി സഹാബത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ് മാലിക് ദീനാർ തളങ്കരിയിൽ താമസിച്ചു. തളങ്കരിയിൽ നിന്നും റാഫി ബിൻ ഹബീബ് മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു പായ്ക്കപ്പലായി വന്ന് ആദ്യമായി അവർ ബംബ്രാണിയിൽ വന്നിറങ്ങി. അപ്പം ഇവർക്ക് ബംബ്രാണി ഇഷ്ടപ്പെടാത്തത് കൊണ്ട് നേരെ കപ്പൽ ഇങ്ങേക്ക് വന്ന് ഉച്ചിലങ്കോട് വന്നിറങ്ങി. ഉച്ചിലങ്കോട് 36 വർഷം റാഫി ബിൻ ഹബീബ് മാലിക് ദീനാർ റളിയല്ലാഹു അൻഹും ഖാദിമീങ്ങളും താമസിച്ചു. ഉച്ചിലങ്കോട് ഈ റാഫി ബിൻ ഹബീബ് മാലിക് ദീനാറുടെ തലക്കും ഭാഗത്ത് ആ കല്ലുണ്ട്. പക്ഷെ ആ കല്ല് ഇന്നിപ്പോൾ എടുക്കാൻ സാധിക്കുന്നില്ല. കാരണം ഖബർ കെട്ടി ബന്ധാക്കിയത് കൊണ്ട് കല്ലെടുക്കാൻ സാധിക്കാത്ത നിലക്ക് ഓരോ പേരും ചരിത്രവും ഇവിടെ മുകളിൽ മാർബിളിൽ കുത്തിവെച്ചതുപോലെ തന്നെ ഓരോ ആ കല്ലിലും കുത്തിവെച്ചിട്ടുണ്ട്. ഹിജറ 139 ഉച്ചിലങ്കോട് ജുമായത്ത് പള്ളിക്ക് മിന്നിപ്പാടിയിലുള്ള ഒരാൾ ഹദിയാക്കി കൊടുത്തയച്ച ഒരു ചെമ്പിൻ്റെ പിടിക്കയർ ഇവിടെ ഇന്ന് നിലനിൽക്കുന്നു. ഇത് കാപ്പാട് ജുമാ മസ്ജിദ്. ഇവിടെ പുരാതന കാലത്ത് തന്നെ പള്ളി നിർമ്മിക്കപ്പെട്ടതായി തദ്ദേശവാസികൾ വിശ്വസിക്കുന്നു. അതോടൊപ്പം ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഒരു സഹാബിയാണെന്നും ഈ നാട്ടുകാർ വിശ്വസിച്ചു പോരുന്നു. വളരെ പ്രാചീനമായ ലിപിയിൽ ഈ ഖബറിന്മേൽ രേഖപ്പെടുത്തിയ ഈ നാമം ആരും ഇതേവരെ വായിച്ചിട്ടില്ല. വിവിധ അറബി ലിപി രൂപാന്തരങ്ങളെ വായിച്ചറിയാൻ പ്രാപ്തിയുള്ള ഗവേഷണ തൽപരരായവർക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം കണ്ടെത്താനാകും.